ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ സമ്മാനപ്പൊതി എന്ന പാഠത്തിലെ വർക്ക് ബുക്കാണ് കേട്ടോ. പ്രവർത്തന പുസ്തകത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കുട്ടികളിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. വർക്ക് ഷീറ്റ് 28 മുതലാണ് ഈ പാഠത്തിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. വർക്ക് ഷീറ്റ് 28 നോക്കൂ. ചില്ലറയാക്കാം. 100 രൂപയെ വിവിധ തരത്തിൽ ചില്ലറയാക്കുകയാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ഏതൊക്കെ നോട്ടുകൾ ഉപയോഗിക്കാം? ഇത് ഈ വട്ടത്തിന് ചുറ്റുമുള്ള 50 രൂപ നോട്ടും 10 രൂപ നോട്ടും 20 രൂപ നോട്ടും ഉപയോഗിക്കാം. 2 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. 50 രൂപ കൂട്ടണം 50 രൂപ, അതായത് 2 50 രൂപകൾ കൂട്ടി നോക്കിയാൽ നമുക്ക് 100 കിട്ടും. ഇനി അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് 50 രൂപ 20 രൂപ 20 രൂപ 10 രൂപ. 50 രൂപയിലേക്ക് ആദ്യം 20 കൂട്ടിയാൽ 70ആയി, 70ലേക്ക് ഒരു 20 കൂടെ കൂട്ടിയാൽ 90ആയി, 90ലേക്ക് ഒരു 10 കൂട്ടിയാൽ 100ആയി. ഇനി മറ്റു രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? 5 20 രൂപ നോട്ടുകൾ ഒരുമിച്ച് കൂട്ടി നോക്കാം അല്ലേ? അതായത് 20ലേക്ക് 20 കൂട്ടിയാൽ 40, 40ലേക്ക് 20 കൂട്ടിയാൽ 60, 60ലേക്ക് 20 കൂട്ടിയാൽ 80, 80ലേക്ക് 20 കൂട്ടിയാൽ 100. ഇനി അതുപോലെ 10 തവണ നമുക്ക് 10 രൂപ നോട്ടുകൾ കൂട്ടി നോക്കാം. 10 തവണ 10 രൂപ നോട്ടുകൾ കൂട്ടുമ്പോഴും നമുക്ക് 100 രൂപ തന്നെയാണ് ആവുന്നത്. പിന്നെ അതുപോലെ മറ്റൊരു രീതിയിൽ ചെയ്യാം. ഒരു 50 രൂപ നോട്ടും ഒരു 20 രൂപ നോട്ടും പിന്നെ 3 10 രൂപ നോട്ടുകളും കൂട്ടി നോക്കാം. 50ലേക്ക് 20 കൂട്ടിയാൽ 70, 70ലേക്ക് 10 കൂട്ടിയാൽ 80, 80ലേക്ക് 10 കൂട്ടിയാൽ 90, 90ലേക്ക് 10 കൂടെ കൂട്ടിയാൽ 100. അതുപോലെ അവസാനമായിട്ട് 3 20 രൂപ നോട്ടുകളും 4 10 രൂപ നോട്ടുകളും കൂട്ടി നോക്കാം. 20ലേക്ക് 20 കൂട്ടിയാൽ 40, 40ലേക്ക് 20 കൂട്ടിയാൽ 60, 60ലേക്ക് 10 കൂട്ടിയാൽ 70, 70ലേക്ക് ഒരു 10 കൂടെ കൂട്ടിയാൽ 80, 80ലേക്ക് ഒരു 10 കൂട്ടിയാൽ 90, അതിലേക്ക് ഒരു 10 കൂടെ കൂട്ടിയാൽ 100. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് 100 രൂപയെ ചില്ലറയാക്കാവുന്നതാണ്. വർക്ക് ഷീറ്റ് 29. നോട്ടുകൾ എത്ര? എനിക്ക് ഒരുപോലുള്ള 2 നോട്ടുകൾ കിട്ടി. അതായത് 100 രൂപയുടെ ആകെ ഈ 2 നോട്ടുകൾ കൂടെ കൂട്ടുമ്പോൾ ആകെ 100 ആവണം. അതാണ് നമുക്ക് മുകളിൽ തന്നിട്ടുള്ളത്. ആകെ 100 രൂപയാണ് ആവുന്നത്. അപ്പോൾ എനിക്ക് ഒരുപോലുള്ള 2 നോട്ടുകൾ കിട്ടി. അതായത് ഒരേ സംഖ്യ കൂട്ടുമ്പോൾ 100 ആവുന്നത് ആ 2 നോട്ടുകൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ആ 2 സംഖ്യകൾ ഏതൊക്കെയാണ്? 50 രൂപയാണ് അല്ലേ? 50 രൂപ 2 തവണ കൂട്ടുമ്പോഴാണ് നമുക്ക് 100 ആവുന്നത്. ഇനി മറ്റൊരാൾ പറയുന്നത് നോക്കൂ. എനിക്ക് ഒരുപോലുള്ള 5 നോട്ടുകൾ കിട്ടി. ഒരേ സംഖ്യ അല്ലെങ്കിൽ ഒരുപോലുള്ള 5 നോട്ടുകൾ 5 തവണ ഒരേ സംഖ്യ 5 തവണ കൂട്ടുമ്പോൾ 100 ആവണം. അങ്ങനെയുള്ള സംഖ്യയാണ് 20. 20നെ നമ്മൾ 5 തവണ കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം 100 വരുന്നത്. അടുത്തയാൾ പറയുന്നത് നോക്കൂ. എനിക്ക് 6 നോട്ടുകൾ കിട്ടി. അതായത് 6 നോട്ടുകൾ ചേരുമ്പോൾ 100 ആവണം. അത് ഒരുപോലെയുള്ള നോട്ടുകളാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 6 നോട്ടുകൾ എടുത്താൽ മതി. ഞാൻ എടുത്തത് നോക്കൂ. 2 10 രൂപയും 4 20 രൂപയും. ആകെ 6 നോട്ടുകളായില്ലേ? ഇനി നമുക്ക് കൂട്ടി നോക്കാം. 10ലേക്ക് ആദ്യം 10 കൂട്ടിയാൽ 20, 20ലേക്ക് 20 കൂട്ടിയാൽ 40, 40ലേക്ക് 20 കൂട്ടിയാൽ 60, 60ലേക്ക് 20 കൂട്ടിയാൽ 80, 80ലേക്ക് 20 കൂട്ടിയാൽ 100. കറക്റ്റാണ് അല്ലേ ഉത്തരം വരുന്നത്? അടുത്തയാൾ പറയുന്നത് നോക്കൂ. എനിക്ക് ഒരു 50ൻ്റെ നോട്ടും മറ്റ് 4 നോട്ടുകളും കിട്ടി. അതായത് ഒരു 50ൻ്റെ നോട്ട് വേണം, ഒരു 50 രൂപ വേണം, പിന്നെ മറ്റ് വേറെ 4 നോട്ടുകൾ വേണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 നോട്ടുകൾ എടുക്കാം. പക്ഷേ അത് കൂട്ടിക്കഴിഞ്ഞാൽ 100 വരണം. അപ്പോൾ അത്തരത്തിൽ വരുന്ന നോട്ടുകളാണ് ഒരു 50ൻ്റെ നോട്ടും പിന്നെ അതിലേക്ക് ഒരു 20ൻ്റെ നോട്ടും 3 10ൻ്റെ നോട്ടും. 50ലേക്ക് 20 കൂട്ടിയാൽ 70, 70ലേക്ക് 10 കൂട്ടിയാൽ 80, 80ലേക്ക് 10 കൂട്ടിയാൽ 90, 90ലേക്ക് ഒരു 10 കൂടെ കൂട്ടിയാൽ 100. വർക്ക് ഷീറ്റ് 30 വരുന്നത് ഇതിൻ്റെ ബാക്കി തന്നെയാണ്. നോക്കൂ. എനിക്ക് 7 നോട്ടുകൾ കിട്ടി. അതായത് 7 സംഖ്യകൾ കൂട്ടുമ്പോൾ 7 നോട്ടുകൾ കൂട്ടുമ്പോൾ 100 ഉത്തരം വരണം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നോക്കൂ. 4 10 രൂപ നോട്ടും 3 20 രൂപ നോട്ടും. ഇനി നമുക്ക് കൂട്ടി നോക്കാം. 10ലേക്ക് 10 കൂട്ടിയാൽ 20, 20ലേക്ക് 10 കൂട്ടിയാൽ 30, 30ലേക്ക് 10 കൂട്ടിയാൽ 40, 40ലേക്ക് 20 കൂട്ടിയാൽ 60, 60ലേക്ക് 20 കൂട്ടിയാൽ 80, 80ലേക്ക് ഒരു 20 കൂടെ കൂട്ടിയാൽ 100. ഇനി മറ്റൊരു കുട്ടി പറയുന്നത് നോക്കൂ. എനിക്ക് 10 നോട്ടുകൾ കിട്ടി. അതായത് ഏതോ 10 സംഖ്യ 10 നോട്ടുകളുള്ള നോട്ടുകളുള്ള ഒരു 10 സംഖ്യ കൂട്ടിയാൽ 100 ആവും. അങ്ങനെയുള്ള സംഖ്യ നമുക്കറിയാം അല്ലേ? 10 ആണ്. 10 തവണ കൂട്ടുമ്പോഴാണ് 100 ആവുന്നത്. അപ്പോൾ 10 രൂപയുടെ നോട്ടുകളായിരിക്കും 10 തവണ ഉണ്ടായിരിക്കുക. എൻ്റെ കയ്യിൽ 2 നോട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് 2 50 രൂപ നോട്ട് ചേർന്നാൽ 100 ആയി.
മറ്റു കുട്ടികൾ പറയുന്ന നോക്കൂ, ഞങ്ങൾക്കും കുറേ നോട്ടുകൾ കിട്ടി. അപ്പോൾ പലതരത്തിൽ നമുക്ക് 100ലേക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇതിന് താഴെ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം? നമുക്കിവിടെ ആപ്പിൾ ഉണ്ട്, കുറച്ച് മുന്തിരി ഉണ്ട്, ഒരു പേനയും ഉണ്ട്. ആപ്പിളിന് 50 രൂപയാണ്, മുന്തിരിക്ക് 20 രൂപയാണ്, പേനയ്ക്ക് 10 രൂപയാണ്. അപ്പം എല്ലാം കൂടെ വാങ്ങുമ്പോൾ ആകെ എത്ര രൂപയായി എന്ന് നമ്മൾ ആദ്യം കാണണം. 50ലേക്ക് 20 കൂട്ടിയാൽ 70, 70ലേക്ക് ഒരു 10 കൂടെ കൂട്ടിയാൽ 80, ആകെ 80 രൂപയായി. ഇനി 100 രൂപ കൊടുത്തപ്പോൾ ബാക്കി കിട്ടിയത് എത്രയാണ്? 100 രൂപ കൊടുത്തു, സാധനങ്ങൾക്ക് ആകെ ആയത് 80 രൂപയാണ്. എങ്കിൽ ബാക്കി കിട്ടിയത് കാണാൻ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചു നോക്കിയാൽ മതി. അതായത് 100ൽ നിന്ന് 80 കുറയ്ക്കുക, 100 കുറയ്ക്കണം 80, ബാക്കി 20 രൂപ കിട്ടിക്കാണും. ഇനി വർക്ക് ഷീറ്റ് 31. ഷോബിൻ 100 രൂപ ചില്ലറ മാറിയപ്പോൾ ഈ നോട്ടുകളെല്ലാം കിട്ടിയിരുന്നു. ഓരോ നോട്ടും എത്ര എണ്ണം വീതമാകും? അപ്പോൾ ഷോബിന് കിട്ടിയ നോട്ടുകൾ 50 രൂപയും 20 രൂപയും 10 രൂപയും 5 രൂപയും, ഈ 4 രൂപകളുടെയും നോട്ടുകൾ ചില്ലറയാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 രൂപ ആവണം. ഈ നോട്ടുകളെല്ലാം ഉൾപ്പെടുകയും വേണം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ആദ്യം നോക്കാം. 50 രൂപ ഒരു നോട്ട് കൊടുത്തു, പിന്നെ 20 രൂപ ഒരെണ്ണം കൊടുത്തു. അപ്പം എത്രയായി? 50 കൂട്ടണം 20, 70 അല്ലേ? 10 രൂപ 2 എണ്ണം കൊടുത്തു, അതായത് 70 കൂട്ടണം 10 80, 80 കൂട്ടണം 10 90. ഇനി 5 രൂപ എത്ര എണ്ണം വേണ്ടി വരും? 2 എണ്ണം വേണ്ടി വരും. 5 രൂപ 2 എണ്ണം എന്ന് വെച്ചാൽ 10 അപ്പോൾ 90 കൂട്ടണം 10, 100 രൂപയായി ആകെ. വർക്ക് ഷീറ്റ് 32. ഏതൊക്കെ തുകകൾ? 1, 2, 5, 10 എന്നീ നാണയങ്ങൾ ഓരോന്നും വീതമുണ്ട്. അവ ഉപയോഗിച്ച് ഏതൊക്കെ തുകകൾ കൊടുക്കാം? ഒന്നുകിൽ നമുക്ക് ഈ തുകകൾ ഓരോ നാണയങ്ങളായിട്ട് കൊടുക്കാം അല്ലേ? അതായത് 1 രൂപ കൊടുക്കാം, 2 രൂപ കൊടുക്കാം, 5 രൂപ കൊടുക്കാം, 10 രൂപ കൊടുക്കാം. ഇനി 1 രൂപയിലേക്ക് 2 രൂപ കൂട്ടിയാൽ 3 രൂപ കൊടുക്കാം. 1 രൂപയിലേക്ക് 5 രൂപ കൂട്ടി എത്ര കൊടുക്കാം? 6 രൂപ കൊടുക്കാം. 1 രൂപയിലേക്ക് 10 രൂപ കൂട്ടിയാൽ 11 രൂപ കൊടുക്കാം. ഇനി അതുപോലെ 2 രൂപയിലേക്ക് നമ്മൾ 1 കൂട്ടേണ്ട, കാര്യം 1ലേക്ക് 2 കൂട്ടി നമ്മൾ കൊടുത്തു. 2 രൂപയിലേക്ക് 5 രൂപ കൂട്ടി 7 രൂപ കൊടുക്കാം. 2 രൂപയിലേക്ക് 10 രൂപ കൂട്ടി 12 രൂപ കൊടുക്കാം. ഇനി അതുപോലെ 5 രൂപയിലേക്ക് 1 രൂപയും 2 രൂപയും നമ്മൾ ഓൾറെഡി കൂട്ടി കഴിഞ്ഞു അല്ലേ? അതായത് 1ലേക്ക് 5 കൂട്ടി 2ലേക്ക് 5 കൂട്ടി. അതുതന്നെയാണ് 5ലേക്ക് 1 കൂട്ടുക 5ലേക്ക് 2 കൂട്ടുക എന്ന് പറയുന്നതിലും അർത്ഥം. 5ലേക്ക് 10 കൂട്ടിയാൽ നമുക്ക് 15 രൂപ കൊടുക്കാം. പിന്നെ അതുപോലെ 1 രൂപയും 2 രൂപയും 5 രൂപയും കൂട്ടി കൊടുക്കാം. അതായത് 1 കൂട്ടണം 2 3, 3 കൂട്ടണം 5 8 രൂപയായി കൊടുക്കാം. പിന്നെ അതുപോലെ 1 രൂപയും 2 രൂപയും 10 രൂപയും കൊടുക്കാം. അതായത് 1 കൂട്ടണം 2 3, 3 കൂട്ടണം 10 13 രൂപ കൊടുക്കാം. പിന്നെ അതുപോലെ 2 കൂട്ടണം 5 കൂട്ടണം 10, അതായത് 17 രൂപ. 2 കൂട്ടണം 5 7, 7 കൂട്ടണം 10 17 രൂപയായി കൊടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു 18 രൂപ അല്ലേ? 10 കൂട്ടണം 5 കൂട്ടണം 2 കൂട്ടണം 4, ഈ 4 സംഖ്യകളും കൂട്ടുമ്പോൾ അങ്ങനെ 18 രൂപയാവും. അങ്ങനെയും കൊടുക്കാം. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ക്രമത്തിൽ എഴുതി നോക്കൂ. 1 2 3 5 6 7 8 10 11 12 13 15 16 17 18 എന്നീ തുകകൾ നമുക്ക് കൊടുക്കാം. ഈ വർക്ക്ഷീറ്റിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം നോക്കൂ. 1 രൂപ 2 രൂപ 5 രൂപ 10 രൂപ 100 രൂപ ഇവ ഓരോന്ന് വീതമുണ്ട്. 100ന് മുകളിൽ ഏതൊക്കെ തുകകൾ കൊടുക്കാം? അപ്പോൾ 100ന് മുകളിലാണ് വരേണ്ടത്. അതായത് 1 2 5 10 ഇതെല്ലാം 100ന് താഴെയാണ്. അപ്പോൾ ഇത് മാത്രം ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. 100 രൂപ എന്തായാലും വേണം. അതിലേക്ക് ബാക്കിയുള്ള ഓരോ സംഖ്യകൾ കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 100ന് മുകളിൽ എന്ന് പറയുമ്പോൾ 100ഉം പറ്റില്ല. 100 കൂട്ടണം 1, നമുക്ക് ആദ്യം 101 രൂപ കൊടുക്കാം. അല്ലെങ്കിൽ 100 കൂട്ടണം 2 102 രൂപ കൊടുക്കാം. 100 കൂട്ടണം 5 105 കൊടുക്കാം. 100 കൂട്ടണം 10 110 കൊടുക്കാം. പിന്നെ 100 കൂട്ടണം 1 കൂട്ടണം 2, അപ്പോൾ 103 രൂപയായി. പിന്നെ 100 കൂട്ടണം 1 കൂട്ടണം 5 106 രൂപ കൊടുക്കാം. 100 കൂട്ടണം 1 കൂട്ടണം 10 111 രൂപ കൊടുക്കാം. അതുപോലെ 100 കൂട്ടണം 2 കൂട്ടണം 5 107 രൂപ കൊടുക്കാം. 100 കൂട്ടണം 2 കൂട്ടണം 10 112 രൂപ കൊടുക്കാം. പിന്നെ അതുപോലെ 115 നമ്മൾ പറഞ്ഞല്ലോ അല്ലേ?
100 കൂട്ടണം 5 കൂട്ടണം 10 115 കൊടുക്കാം. അപ്പം ഇത് നമുക്ക് ക്രമമായി എഴുതുമ്പോൾ 101 102 103 105 106 107 108 110 111 112 113 115 116 117 118 എന്നീ തുകകൾ നമുക്ക് 100-ന് മുകളിലായി കൊടുക്കാൻ പറ്റുന്ന തുകകളാണ്. വർക്ക് ഷീറ്റിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം, ഫിസിൻ്റെയും ഫിസയുടെയും സമ്പാദ്യ കുടുക്കയിൽ 85 രൂപയുണ്ട്. ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും എത്ര വീതം ഉണ്ടാകാം? അപ്പം ആകെ 85 രൂപയാണ് ഞാൻ കണക്കാക്കിയത് എന്നുള്ള ഭാഗത്ത് ഞാൻ എഴുതുന്നു. നോക്കൂ, 8 10 രൂപ നോട്ടും ഒരു 5 രൂപ നാണയവും ഉണ്ട്. 8 10 രൂപ എന്ന് പറയുമ്പോൾ 8 തവണ 10 കൂട്ടുക 80 രൂപയായി. അതിലേക്ക് ഒരു 5 രൂപ നാണയം കൂടെ കൂട്ടുക, അപ്പോൾ 85 ആയില്ലേ. ഇനി നിങ്ങളുടെ ചങ്ങാതി കണക്കാക്കിയത് എന്നുള്ളവിടെ നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് അതുപോലെ എഴുതി കൊടുക്കാം. ഇത് ഇങ്ങനെയല്ലാതെ നമുക്ക് പല രീതിയിൽ എഴുതാം. ഒന്നുകിൽ ഒരു 50 രൂപയും 3 10 രൂപയും ഒരു 5 രൂപ നാണയവും. 80ലേക്ക് 3 10കൾ കൂട്ടിയാൽ 80, 80ലേക്ക് ഒരു 5 കൂടെ കൂട്ടിയാൽ 85. അല്ലെങ്കിൽ ഒരു 50 രൂപ നോട്ട്, ഒരു 20 രൂപ നോട്ട്, ഒരു 10 രൂപ നോട്ട്, 2 രൂപ നാണയം, ഒരു രൂപ നാണയം. 50 രൂപയിലേക്ക് 20 രൂപ കൂട്ടിയാൽ 70, അതിലേക്ക് ഒരു 10 കൂടെ കൂട്ടിയാൽ 80, അതിലേക്ക് 2 രൂപയായ 4 കൂട്ടിയാൽ 84, അതിലേക്ക് ഒരു രൂപ കൂടെ കൂട്ടുക, അപ്പോൾ 85. എങ്കിൽ 4 20 രൂപ നോട്ടും ഒരു 5 രൂപ നാണയവും. 4 20 രൂപ എന്ന് പറയുമ്പോൾ 4 തവണ 20 കൂട്ടിയാൽ 80, അതിലേക്ക് ഒരു 5 കൂടെ കൂട്ടിയാൽ 85. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന് പല രീതിയിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. 85 ആവണം കൂട്ടുമ്പോൾ എന്ന് മാത്രം നോക്കുക. അതുപോലെ നോട്ടും വരണം നാണയവും വരണം. ആ ഒരു പ്രത്യേകതയും നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് സമ്മാനപ്പൊതി എന്നുള്ള ഈ പാഠഭാഗത്തിൻ്റെ വർക്ക് ബുക്കിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ ചാനലിൽ കയറി നോക്കിയാൽ അതിൻ്റെ വീഡിയോ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്ത ആക്ടിവിറ്റീസൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്